നിങ്ങൾക്ക് ഈ ചരിത്രം ഇപ്പോൾ പറയേണ്ട പശ്ചാത്തലം എന്താണ്? ഇപ്പൊ ബാബറി മസ്ജിദും ആറാണ് പറയേണ്ട പശ്ചാത്തലം എന്താണ്? 100% ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാര്യം ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നിരോധിച്ചിട്ടുണ്ട് സാർ. അതിന് RSS CPM എപ്പോഴാണ് വോട്ട് കൊടുത്തത്? RSS രാഷ്ട്രീയ പിന്തുണ എപ്പോ വാങ്ങി? പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ ബുദ്ധിമുട്ടിലായി. അസത്യം പറയരുത്. നേരെ ചൊവ്വയിൽ RSSന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യമാണ്? ഏത് സാഹചര്യമായാലും വേണ്ടില്ല. പിണറായി വിജയൻ സ്മൃതി പറഞ്ഞത് നന്നായി. ആ കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം. സ്മൃതി പറഞ്ഞത് നന്നായി, ഓർമ്മിപ്പിച്ചത് നന്നായി. RSSന്റെ കാര്യം പറഞ്ഞത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘിന്റെ വോട്ട് വാങ്ങി വിജയിച്ചു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പറയുന്നുണ്ട്. ജനസംഘം ഉണ്ടായിരുന്നോ ജനതാ പാർട്ടി ഉണ്ടാവുമ്പോ? ജനസംഘിനെ പിരിച്ചുവിട്ടല്ലേ ജനതാ പാർട്ടിയിലേക്ക് അന്ന് അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന മുഴുവൻ കക്ഷികളും ഒരുമിച്ച് ചേർന്നത്? അന്ന് RSS എന്നും ജനസംഘം എന്നും പറഞ്ഞ് ഏതെങ്കിലും CPMന്റെ നേതാക്കൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? ഒടുവിൽ മാരാരെഴുതുന്ന പുസ്തകത്തിൽ കോലീബിയിൽ ആരുടെ നേതൃത്വമായിരുന്നു? നമ്മുടെ മുന്നിലുള്ളതല്ലേ. എന്നിട്ട് ആ വസ്തുത മറച്ചു വെച്ച് പറയാണ് ജനസംഘം പിരിച്ചുവിട്ടിട്ടും ജനതാ പാർട്ടി വന്നു കഴിഞ്ഞിട്ടും ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി പിണറായി വിജയൻ ജയിച്ചു എന്നുള്ള പച്ചക്കള്ളമല്ലേ പ്രചരിപ്പിക്കുന്നത്? അതല്ലേ ഇപ്പോൾ സ്മൃതിയും പറഞ്ഞത്. ഇനി ബാബറി മസ്ജിദിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത്. ബാബറി മസ്ജിദ് ഞാൻ പിണറായി വിജയന്റെ വാചകങ്ങളാണ് പറഞ്ഞത്. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഏത് സാഹചര്യമാണത്? RSSന്റെ വോട്ട് വാങ്ങി RSSന്റെ പിന്തുണയോട് കൂടി CPMന്റെ ഏത് സീറ്റാണ് വിജയിച്ചത്? ഒരെണ്ണം പറയും, ഒരു സീറ്റ് പറയും. എന്നാൽ അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ അവിടെയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പറഞ്ഞത്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മുത്തുനബിയെ വിശ്വസിക്കുന്നവർ ഈ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല എന്ന നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് ഒരു മതേതര പാർട്ടിയായിട്ട് അംഗീകരിക്കുക? അതാണ് എന്റെ ചോദ്യം. നമ്മളാരെയും പറഞ്ഞു മതേതര പാർട്ടിയാണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് പറയാമല്ലോ. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ? ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. ഉപേക്ഷിച്ചോ? ഇപ്പോ അതല്ല ഞാൻ കോട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ വാർത്തയാ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ. ഷൂറ അംഗമാ. ജമാഅത്തെ ഇസ്ലാമി തള്ളി പറഞ്ഞോ? വെൽഫെയർ പാർട്ടി തള്ളി പറഞ്ഞോ?